കുടിയൊഴിപ്പിക്കാൻ പാടില്ല. കുടിയൊഴിപ്പിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നിയമപരമായും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യൽ, വസ്തുതപരെ നോക്കി ചെയ്യൽ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അവിടെ താമസിക്കുന്നവരെ കുടിയിറക്കരുത് എന്നാണ് മുസ്ലിം ലീഗ്. ആ നയത്തിൽ ഒരു മാറ്റമില്ല. ആ തീരുമാനം മുസ്ലിം ലീഗ് ഇന്നത്തെ ഞങ്ങളുടെ പ്രവർത്തക സമിതി യോഗം ഉയർത്തിപ്പിടിച്ചു. പ്രിയമുള്ളവരെ, ഇന്നലെ ചേർന്ന ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ചർച്ചയും തീരുമാനങ്ങളുമൊക്കെ അറിഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് മുസ്ലിം സമുദായത്തിന് നിലവിൽ ഉള്ള അവകാശങ്ങൾ അവിടെ സ്ഥിരപ്പെടുത്തി നിർത്താൻ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ആവശ്യമാണ് എന്ന് തോന്നുന്ന രീതിയിലാണ് ഈ ഉമ്മത്തിൻ്റെ രക്ഷകരാണെന്നും അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നും വാശി പിടിച്ച് പറയാറുള്ള, മറ്റുള്ള ആളുകളെയൊക്കെ അടിച്ചമർത്തി പറയാറുള്ള ലീഗിൻ്റെ നയസമീപനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ലീഗ് എന്നത് ഈ സമുദായത്തെ ഉറക്കിക്കെടുത്താനുള്ളൊരു കറുപ്പാണ്. കാറൽ മാർക്സ് അവരുടെ പാർട്ടിയെക്കുറിച്ച് പറഞ്ഞതുപോലെ, ജനങ്ങളെ, ഇസ്ലാമിൻ്റെ ആളുകളെ നിങ്ങൾക്ക് വേണ്ടി എല്ലാം നേടിത്തരാൻ ഞങ്ങൾ ഉള്ളതാണ് എന്ന് പറഞ്ഞ് അവരെ ആ കറുപ്പിന് വിധേയമാക്കി മയക്കിക്കിടത്തി സമുദായത്തിന് ഉള്ളത് മുഴുവനും മറ്റുള്ളവർക്ക് പതിച്ചു കൊടുക്കാൻ മത്സരിച്ചു കൊണ്ടിരിക്കുക എന്നതാണ് ലീഗിൻ്റെ നയം എന്ന് പലരും പറയാറുണ്ട്. എങ്കിലും ഒരു സമുദായ സംരക്ഷണമോ സമുദായ പുരോഗതിയോ ഈ പാർട്ടിക്കില്ല എന്ന് ഇന്നലെ ചേർന്ന അവരുടെ സംസ്ഥാന കമ്മിറ്റിയിലെ പ്രമേയം തന്നെ നമ്മോട് പറയുന്നു. ആദ്യം സംസ്ഥാന കമ്മിറ്റിയിലും സ്ഥിരം മെമ്പറായ അഖിലേന്ത്യാ സെക്രട്ടറിയുടെ വാക്കുകൾ കേൾക്കുക. ഗവൺമെന്റ് കമ്മീഷണർ വെച്ചിരിക്കുകയാണല്ലോ, ഇനി അതൊക്കെ വരട്ടെ എന്ന് പറയാം. കുടിയൊഴിപ്പിക്കാൻ പാടില്ല. കുടിയൊഴിപ്പിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നിയമപരമായും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യൽ, വസ്തുതപരെ നോക്കി ചെയ്യൽ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇത് തന്നെയാണ് സംസ്ഥാന സെക്രട്ടറിക്കും ആവർത്തിക്കാനുള്ളത്. അതും കൂടി കേൾക്കണ്ടേ. അവിടെ നേരത്തെ മതസംഘടനകളുടെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ അഭിപ്രായം ന്യായമായ അവകാശങ്ങളോട് കൂടി അവിടെ താമസിക്കുന്നവരെ കുടിയിറക്കരുത് എന്നാണ് മുസ്ലിം ലീഗ്. ആ നയത്തിൽ ഒരു മാറ്റമില്ല. ആ തീരുമാനം മുസ്ലിം ലീഗ് ഇന്നത്തെ ഞങ്ങളുടെ പ്രവർത്തക സമിതി യോഗം ഉയർത്തിപ്പിടിച്ചു. നമ്പം വിഷയമാണ് ഒരു പ്രധാന വിഷയം. ആ ലീഗിൻ്റെ കമ്മിറ്റിയിൽ തന്നെ ഉള്ള ഒന്ന് രണ്ട് ആളുകൾ ഇസ്ലാമിക ബോധമുണ്ട്, സലഫിസം ആണ് അവരുടേതായ ഉള്ളിലുള്ളതെങ്കിലും അവരെന്താ പറഞ്ഞത്, മുനമ്പത്തിനെക്കുറിച്ച് വഖഫ് തന്നെയാണ് എന്ന് വാദിച്ചത് അതിൻ്റെ കമ്മിറ്റിയിലുള്ള മഹാന്യൂനപക്ഷമാണ്. എന്നാൽ ഭൂരിപക്ഷത്തിൻ്റെയും നയം വഖഫ് ആണെന്ന് പറയാൻ തന്നെ പാടില്ല എന്നാണ് ലീഗിൻ്റെ തീരുമാനം. അങ്ങനെ പറയരുത്. എന്താണ് പിന്നെ വേണ്ടത്? ഈ വീഡിയോയിൽ തുടക്കത്തിൽ തന്നെ കണ്ടതുപോലെ തീരുമാനം തന്നെ അവർ നേരത്തെ പറഞ്ഞിരിക്കുകയാണ്. വഖഫാണെന്ന് അതിനെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനോ മറ്റോ തീരുമാനിക്കാൻ പാടില്ല. അവിടെ താമസിക്കുന്നവരെ കുടിയിറക്കാൻ പാടില്ല. എന്ത് തീരുമാനം വന്നാലും, കോടതി തീരുമാനിച്ചാലും കമ്മീഷൻ തീരുമാനിച്ചാലും ലീഗിൻ്റെ നയം എന്താണ്? മുസ്ലിം സമുദായത്തിൻ്റെ ഒരു അവകാശമാകുന്ന വഖഫ് എന്നുള്ളത് ആണ് തീരെഴുതി കൊടുക്കണം. എന്നിട്ട് വഖഫ് ആകാൻ പാടില്ല. അതാണല്ലോ അവിടെ കുടിയിറക്കാൻ പാടില്ല എന്ന് ആദ്യം തന്നെ നിയമം പറഞ്ഞാൽ എന്താ അതിനർത്ഥം? ഇനി അഥവാ വഖഫാണെന്ന് വിധി വന്നാലും അവർക്ക് അത് വിട്ടുകൊടുക്കണം, മുസ്ലിം സമുദായത്തിന് അത് ആവശ്യമില്ല എന്നാണല്ലോ. അപ്പം ലീഗ് ഇങ്ങനെയാണോ പ്രഖ്യാപിക്കേണ്ടത്? ഒരു ഇസ്ലാമിക ബോധമോ, ഇസ്ലാമിന് വേണ്ടി അവരൊന്നും ചെയ്യണ്ട, പുരോഗതിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. നിലവിൽ മുസ്ലിങ്ങൾക്ക് ഉള്ള വഖഫ്, ഉള്ള അധികാരങ്ങൾ, അവകാശങ്ങൾ അതൊന്ന് നിലനിർത്തി തരുന്നതിന് വാദിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷെ അവരെന്താ ചെയ്തത്? എങ്ങനെയൊക്കെയോ ആരൊക്കെയോ സ്വയാഷ്ടപ്രകാരം കൊടുത്ത വഖഫിനെ വഖഫ് അല്ലാതാക്കി മാറ്റാനാണ് ഉമ്മത്തിൻ്റെ പേരിൽ സംഘടിപ്പിച്ച ഈ പാർട്ടി. എന്നുവെച്ചാൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അവകാശങ്ങളെയും ധ്വംസിക്കാൻ വേണ്ടിയാണ് ഈ പാർട്ടി ഇപ്പോൾ പണിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് സാരം. ഇത് പറഞ്ഞാൽ ഇതിൻ്റെ അടിമകളാകുന്ന അനുയായികൾക്ക് മനസ്സിലാവില്ല. അവരെയും ഈ നേതാക്കന്മാർ ഇങ്ങനെ അടിമകളാക്കി ഈ പറയപ്പെട്ട ആശയങ്ങളിലൊക്കെ ഒതുക്കിയിരിക്കുകയാണ്. അവർക്കും പ്രതികരണശേഷിയില്ല. പ്രതികരണശേഷിയുള്ള ഒന്നോ രണ്ടോ ആളുകൾ കാര്യം പറഞ്ഞാൽ അവരെ ഒതുക്കും.
പിന്നെ അവരും പറയാൻ നിൽക്കില്ല. ഈ ഒരു രീതിയാണോ ഈ മുസ്ലിം ലീഗ് രൂപീകരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇസ്മായിൽ സാഹിബ് ഉദ്ദേശിച്ചത്? ഈ സമുദായത്തിനൊന്ന് ഉറക്കെ കരയാനെങ്കിലും ഒരു അവകാശത്തിന് വേണ്ടി എന്നൊക്കെയാണ് അദ്ദേഹം ലീഗ് രൂപീകരിക്കുന്നതിൻ്റെ ലക്ഷ്യമായി പറഞ്ഞതെന്ന് പല ലീഗുകാരും പറയാറുണ്ട്. നമുക്കതറിയില്ല. പക്ഷേ ഇവിടെ എന്താ നടന്നത്? ഇസ്ലാമിൻ്റെ ആളുകൾ വഖഫ് ചെയ്ത ആ ഒരു വഖഫാണെന്നുള്ളൊരു വിധി വരാൻ പാടില്ല. അതാണല്ലോ ഈ ചാണക്യൻ തുടക്കത്തിൽ പറഞ്ഞത്. അവിടെ നിന്ന് കുടിയിറക്കാൻ പാടില്ല എന്ന്. ഒരു വഖഫിൻ്റെ ഭൂമിയിൽ ഒരു വിഭാഗം കുടിൽ കെട്ടി കയ്യേറി. കോടതിയോ കമ്മീഷനോ പറഞ്ഞു അത് വഖഫാണ്, ഒഴിയണമെന്ന്. എന്നാൽ ഒഴിയാൻ പാടില്ല, അത് അനുവദിക്കില്ല എന്ന് ആരാ പറയുന്നത്? വഖഫിൻ്റെ സംരക്ഷകരായി നിൽക്കേണ്ട മുസ്ലിം ലീഗാ പറയുന്നത്. അപ്പോൾ ഇവർക്ക് എന്താണ് ഇസ്ലാമിക സമൂഹത്തോടുള്ളത്? ഇവർ സമുദായത്തിൻ്റെ പുരോഗതിക്കൊന്നും ചെയ്യണ്ട, സമുദായത്തിനെ വിജയിപ്പിക്കുവാനോ അവകാശം നേടിയെടുക്കാനോ ചെയ്യണ്ട. ഉള്ള അവകാശം വേണ്ട എന്ന് പറയുന്ന ഈ ഹീനകൃത്യങ്ങളിൽ നിന്നും മാറി നിൽക്കാനെങ്കിലും ഈ ഒരു പാർട്ടി തയ്യാറാകുമോ? മുസ്ലിങ്ങൾക്ക് അവകാശമായിട്ട് നിലവിലുള്ളത് അത് വേണ്ട എന്ന് പറയരുത് ഇതില്ല. പക്ഷെ ഇത് വേണ്ട എന്നാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞാൽ എല്ലാ സമുദായാംഗങ്ങളുടെയും തീരുമാനം അതാണെന്നാണല്ലോ പൊതുസമൂഹം ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇസ്ലാമിനെയും മുസ്ലിംകളെയും വിറ്റ് കാശാക്കുകയാണ് നിങ്ങളുടെ പാർട്ടി കൊണ്ട് ചെയ്യുന്നത് എന്ന് പൊതുസമൂഹത്തിൽപ്പെട്ട പലർക്കും ഇപ്പോൾ ബോധ്യപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ വളരെ കഷ്ടമാണ് ഈ ലീഗ് എടുക്കുന്ന സമുദായ ധ്വംസനത്തിൻ്റെ തീരുമാനം. ഇത് ലീഗിനോടുള്ള എതിർപ്പ് കൊണ്ട് പറയുകയാണെന്ന പൊതുവെ പറയല്. ആദ്യം തന്നെ ലീഗിനെക്കുറിച്ച് വിലയിരുത്തുന്നവരുടെ ശൈലിയും സ്വഭാവവും നോക്കാതെ ലീഗിനെക്കുറിച്ച് പറയുന്ന ഇതിൽ വല്ല വസ്തുതയുമുണ്ടോ എന്ന് ചിന്താശേഷി ഉള്ളവർ കുറച്ച് സമയം ഇരുന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം തീരുമാനത്തിലെത്തുക. ഇന്ത്യയിലുള്ള 20-ലേറെ കോടി മുസ്ലിം ജനസാമാന്യത്തെ പ്രതിനിധീകരിക്കാനുള്ള പാർട്ടി എന്ന അവകാശമുള്ള ലീഗ് ഇവിടെ ഒരു മാന്യതയെങ്കിലും കാണിച്ച് ഈ സമുദായത്തിൻ്റെ ചില കാര്യങ്ങളെക്കുറിച്ചെങ്കിലും ജാഗരൂകരാകേണ്ടിയിരുന്നു. ഇല്ലാതെ മുസ്ലിം എന്ന പേരും പേറി ഇസ്ലാമിനൊന്നും ചെയ്യാതെ ഒരു വർഗീയ സ്വഭാവം മതേതര രാജ്യത്ത് ഉണ്ടാക്കുന്നുള്ളൊരു ഏർപ്പാടിനെ ഇവർ ആക്കം കൂട്ടുകയാണോ എന്ന് തോന്നും. ഇസ്ലാമിന് വേണ്ടി ശബ്ദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിലാണ് അവർ വർഗീയവാദികളെന്ന് കേൾക്കുന്നത് എന്ന് പറഞ്ഞ് സമാധാനിക്കാൻ കഴിയും. പക്ഷേ ഇവർ ആ അർത്ഥത്തിലും അക്ഷരത്തിലും അർത്ഥത്തിലും ഇവർ സമുദായത്തിനോട് ഒരു മാന്യതയും ഒരു മര്യാദയും കാണിക്കാതെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി മാത്രം നീങ്ങുന്നു എന്നാണ് ഇവരുടെ നീക്കങ്ങളിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. കാരണം ഇസ്ലാമിൻ്റെ ഒരു വിഷയത്തിനും മുസ്ലിങ്ങൾ ഒരു പ്രശ്നത്തിലും അവർ ഇടപെടുന്നില്ല. മുസ്ലിങ്ങൾക്ക് എങ്ങനെങ്കിലും കിട്ടിയത് എങ്ങനെങ്കിലുമൊക്കെ പതിച്ചു കൊടുക്കുക. എന്നാൽ ഈ ബോധമല്ലല്ലോ മറ്റ് സംഘടനകൾക്കുള്ളത്, മറ്റ് പ്രസ്ഥാനങ്ങളുടെ മറ്റ് മതക്കാരുടെ സംഘടനകൾക്കുള്ളത്. അവരുടേതായ ദേവസ്വത്തിൻ്റെ ഒരു ഭൂമിയെക്കുറിച്ച് അല്ലെങ്കിൽ ചർച്ചിന് ബന്ധപ്പെട്ട ഒരു ഭൂമിയെക്കുറിച്ച് ഇങ്ങനെ അവകാശം വാദം വന്നാൽ അവർക്ക് രേഖ വേണ്ട, കോടതി വിധി വേണ്ട. കോടതി വിധി ഉണ്ടെങ്കിൽ പിന്നെ ആ ഭാഗത്തേക്ക് അടുക്കാൻ പറ്റൂല. ഒരാൾ അവകാശവാദം ഉന്നയിച്ചാൽ അവർക്കെതിരെ ഇങ്ങനെ ചീറിപ്പാഞ്ഞു വരും അവർ. ആ ഒരു ഈമാനെങ്കിലും ഇവർക്കില്ല. അല്ലെങ്കിൽ ഇവർക്ക് ഈമാൻ എന്ത് പറഞ്ഞിട്ട് കാര്യമുള്ളത്? ലീഗിൻ്റെ ലക്ഷ്യം പറയാറുള്ളത് സമുദായത്തിൻ്റെ സംരക്ഷണം എന്നാണ്. സംരക്ഷണം പോയിട്ട് ഉള്ളത് നശിപ്പിക്കാൻ കൂട്ട് നിൽക്കരുത് എന്ന നിലക്കുള്ളൊരു സഹായമെങ്കിലും ഈ ഉമ്മത്തിന് ചെയ്തു തരണമെന്ന് കെഞ്ചി പറയാനുള്ളൂ. പക്ഷെ ലീഗ് കൂട്ട് നിന്നാലുള്ള പ്രശ്നം എന്താണ്? ലീഗ് എന്ന് പറയുന്ന പാർട്ടി, മുസ്ലിങ്ങളെ പാർട്ടി പോലും പറയുന്നു അത് മുസ്ലിങ്ങൾക്ക് വേണ്ട, എന്നിട്ട് പിന്നെ നിങ്ങൾ ഓവർ സ്മാർട്ടാകുകയാണോ എന്നാ ചോദിക്കൽ. അപ്പോൾ ഈ കുത്തക, മുസ്ലിം സമുദായത്തിൻ്റെ കുത്തക മൊത്തത്തിൽ ലീഗിനാണ് എന്ന് തീരെഴുതി കൊടുത്തത് സാമാന്യം ചിന്തിക്കുന്ന എല്ലാ വിഭാഗങ്ങളും ഇനി മുതൽ അതിനെക്കുറിച്ചുള്ള കാതലായ വശം അതൊരു അബദ്ധധാരണയും അടിച്ചേൽപ്പിക്കപ്പെട്ട വാദവുമാണ് എന്ന് തിരിച്ചറിയണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അവരുടെ ചർച്ചയിൽ വഖഫ് ആണ് എന്ന് പറയരുത് എന്നാണ് ഖണ്ഡിതമായി തീരുമാനമെടുത്തത്. ഞാരെങ്കിലും വഖഫാണെന്ന് പറഞ്ഞാൽ അവർക്ക് താക്കീതുണ്ടാവും എന്ന രീതിയിലാണ് ചർച്ച പോയത്. പത്രക്കാർ ചോദിച്ചപ്പോഴും വഖഫെന്ന് പറയാൻ ചോദിച്ചപ്പോൾ വഖഫാണെന്ന് അല്ലേന്ന് ഇപ്പോൾ പറയുന്നില്ല. ഒരു സമുദായത്തിൻ്റെ പേരിൽ കോടതി വിധിയുണ്ട്, അത് കണ്ടിട്ടെങ്കിൽ അത് വഖഫാണ് ഇപ്പോൾ ഉള്ളത്. ഇനി വേണമെങ്കിൽ എന്തെങ്കിലും തീരുമാനിച്ചിട്ട് കോടതി ആണെങ്കിലോ കമ്മീഷൻ ആണെങ്കിൽ തീരുമാനിച്ചിട്ട് അവരെടുത്തോട്ടെ എന്ന് പറയുകയാണെങ്കിൽ ആശ്വസിക്കാമായിരുന്നു. പക്ഷേ വഖഫാണെന്ന് തുറന്നു പറയാൻ പോലും ഈ സമുദായത്തിന് വേണ്ടിയുള്ളൊരു പാർട്ടി തയ്യാറാവുന്നില്ല എങ്കിൽ വലിയ കഷ്ടമുണ്ട്. ചിന്തിക്കുന്നവർ ആ ലീഗിലുണ്ട് എങ്കിൽ ഇസ്ലാമിന് എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് പല പാമരന്മാരായ ആളുകളും അതിന് പോയി വോട്ട് കുത്തുന്നത്. അവരൊന്ന് ചിന്തിക്കണം. അവർ ലീഗിൽ നിന്ന് വിടണം നമ്മൾ പറയുന്നില്ല. ലീഗിൻ്റെ നേതാക്കന്മാരോട് നിങ്ങളെ ഈ വാദങ്ങളൊന്നും ഇസ്ലാമിനും മുസ്ലിം സമുദായത്തിനും പറ്റിയതല്ല എന്ന് നിങ്ങൾ നേതാക്കളെ പഠിപ്പിക്കണം, എന്നിട്ട് വോട്ട് കുത്തിയാൽ മതി എന്നാണ് പറയാനുള്ളത്.
ഇതൊക്കെ കാണുമ്പോൾ ഉമ്മത്തിന് ഉള്ളത് അപഹരിക്കാൻ വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പാർട്ടിയായിട്ട് മനസ്സിലാകുന്നത്. അങ്ങനെയാണല്ലോ. അത് എന്തിനു വേണ്ടിയാണ് ലീഗ് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇവർക്ക് നല്ല പിള്ള ചമയണം മറ്റുള്ള ആൾക്കാരുടെ മുമ്പിലൊക്കെ. മുസ്ലിം സമുദായത്തിൻ്റെ പാർട്ടിയാവുന്ന ഇവർ മഹാസമാധാന പ്രേമികളാണ്. അവരുടെ അവകാശം പോലും മറ്റ് സമുദായങ്ങൾക്ക് എഴുതി കൊടുക്കുന്നു ഉമ്മത്തിൻ്റെ പേരിൽ എന്നാണ് അവർക്കുള്ള സെൽപ്പേര്. ആ സെൽപ്പേര് പടച്ചവൻ്റെ കോടതിയിൽ വിലപ്പോകില്ല എന്ന് മാത്രമാണ് ഈ ഭൗതികതയ്ക്ക് വേണ്ടി മത്സരിക്കുന്ന ഈ നേതാക്കന്മാരോട് പറയാനുള്ളത്. ഇതൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഏത് ബുദ്ധിയുള്ള ആളുകളും ചിന്തിച്ചു പോകും, മുസ്ലിം സമുദായത്തിന് നിലവിലുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഒരു പുതിയ പാർട്ടി ആവശ്യമാണ് എന്ന്. ലീഗ് സമുദായത്തിന് ഉള്ളത് ഒറ്റിക്കൊടുക്കാനും അപഹരിക്കാനും സംഭരിക്കാനും മാത്രമാണ് എന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഇനി ലീഗിൽ പ്രതീക്ഷ വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അവകാശ സംരക്ഷണത്തിന് പുതിയ ഒരു പോർമുഖം തുറക്കലോ വഴി കണ്ടെത്തലോ മാത്രമേ പരിഹാരമുള്ളൂ. ഇസ്ലാമിനോട് ഒരു താല്പര്യവുമില്ലാത്ത, മുസ്ലിങ്ങളോട് ഒരു താല്പര്യവുമില്ലാത്ത രീതിയിൽ ഈ പാർട്ടി സംഘടനാ പ്രമേയം അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി മുതലെങ്കിലും ഈ അവകാശങ്ങൾക്ക്, അതായത് പുതിയ അവകാശം വേണ്ട, സംരക്ഷണം വേണ്ട, ഉള്ളതൊന്ന് സംരക്ഷിക്കാനുള്ള ഒരു പുതിയ പാർട്ടി, വഖഫ് പോലുള്ള മുസ്ലിങ്ങൾക്ക് ഇപ്പോൾ നിലവിലുള്ള അവകാശങ്ങളും അധികാരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടി അതിനെ കൈയടക്കാൻ വരുന്നവരെ പ്രതിരോധിക്കാനുള്ളൊരു പാർട്ടി സമുദായത്തിന് ആവശ്യമാണ് എന്ന് വെറുതെ ചിന്തിക്കല്ല. കുറേ പാർട്ടി ലീഗിനെതിരെ ഉണ്ടാക്കിയിട്ട് തുമ്പില്ലാതായില്ലേ എന്ന് ചോദിക്കാറുണ്ട്. അത് ശരിയാണ്. ഈ ലീഗുകാർ അങ്ങനെ തന്നെ പ്രചരണം നടത്തിയിട്ടാണ് ഓരോന്നും തുമ്പില്ലാതാക്കിയത്. കാരണം സമുദായത്തിൻ്റെ ആൾക്കാർ അവർ മാത്രമാണ്, അവരെ കുത്തകയാണ്. അവരാണെങ്കിലോ സമുദായത്തിനോട് ഒരു താല്പര്യവുമില്ല. കദിരിയാക്കൾ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. ഖദറിൽ വിശ്വാസമില്ലാത്തവരെ കുറിച്ചാണ് കദിരിയാക്കൾ എന്ന് പറയൽ. അതുപോലെ തന്നെ ഖാദിയാനികൾ എന്ന് പറയുന്ന അഹമ്മദിയാക്കൾ എന്നൊരു വിഭാഗമുണ്ട്. അവർക്ക് മുസ്ലിം എന്നുള്ള പേരും കൂടില്ല, അഹമ്മദിയ മുസ്ലിങ്ങൾ എന്നാണ് പേര്. എന്നതുപോലെ മുസ്ലിമിൻ്റെ പേരിൽ നിന്നിട്ട് മുസ്ലിമിനെ കൊല്ലാക്കൊല നടത്തി അവകാശം ഹനിക്കുന്ന ഈ പാർട്ടിയെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നത് ഒരു തമാശക്കോ വിനോദമായോ പറയൽ. ആനുകാലിക നീക്കങ്ങളും വസ്തുതകളും ചലനങ്ങളും വിലയിരുത്തിക്കൊണ്ടുള്ള മാർഗദർശന വിവരണം മാത്രമാണിത്. മുനമ്പത്തെ ഈ തർക്കം സാമുദായികവൽക്കരിക്കാനും വർഗീയവൽക്കരിക്കാനും ധൃതിപ്പെട്ട് പണിപ്പെട്ടത് ആദ്യം മുസ്ലിം ലീഗാണ്. മുനമ്പത്തെ പ്രശ്നം യഥാർത്ഥത്തിൽ ഒരു സാമുദായിക പ്രശ്നമല്ലല്ലോ, അതൊരു സ്വത്ത് തർക്കമല്ലേ. ഫറൂഖ് കോളേജ് വിറ്റു എന്ന് പറയുന്ന ആ സ്വത്ത്, അത് ഒരു വിഭാഗം ആളുകൾ, പല മതക്കാരുണ്ട്, ഭൂരിപക്ഷം ഒരു മതത്തിൻ്റെ ആൾക്കാരാണ്, അവർ വാങ്ങിയെന്ന സ്വത്ത് തർക്കമാണത്. അവിടെ വാങ്ങിയവർ കുറച്ച് ഭൂരിപക്ഷം ഒരു മതക്കാരാണെന്നതിൻ്റെ പേരിൽ ഈ സ്വത്ത് തർക്കത്തെ സാമുദായിക തർക്കമാക്കി മാറ്റി പരിവർത്തിപ്പിച്ച് ജനങ്ങളെ മുമ്പിൽ വർഗീയവൽക്കരണത്തിന് ആക്കം കൂട്ടിയത് പ്രഥമ ദൃഷ്ട്യ ലീഗ് തന്നെയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അടുത്ത റിസോർട്ട് മാഫിയകൾക്ക് നോട്ടീസ് വന്നപ്പോൾ അതിൽ വേദനിച്ചത് ആദ്യം സമുദായത്തിൻ്റെ പേരിൽ ലീഗിനാണ്. ഉടനെ തന്നെ അവർ മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചു. അങ്ങനെയാണോ ലീഗ് ചെയ്യേണ്ടത്? മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചുകൊണ്ട് വിഷയത്തിൽ പ്രതികരിച്ചാൽ ഒരു സാമുദായിക പ്രശ്നമായി. അപ്പോൾ ഇതൊരു സ്വത്ത് തർക്കമായ വിഷയം സാമുദായിക പ്രശ്നമാക്കിയതിൻ്റെ ഒന്നാമത്തെ പ്രതി ലീഗാണ്. അത് മനസ്സിലാക്കണം ബുദ്ധിയുള്ളവർ. പിന്നെ ലീഗ് എന്തിനതിനൊക്കെ ചെയ്യണേ? എല്ലാത്തിനും ഞങ്ങളാണ് മുന്നിൽ നിന്ന് ബോധ്യപ്പെടുത്തണം എല്ലാ ലോകത്തിൻ്റെ മുമ്പിൽ. അത് ബുദ്ധിയില്ലാത്ത കുറേ ആൾക്കാർ, വെള്ളക്കാശികളും അതുപോലെ തന്നെ ആ ചിന്താശേഷി ഇല്ലാത്ത കുറേ തന്താരും മാത്രം ലീഗിന് കുത്തിയിരുന്ന കാലഘട്ടത്തിൽ അതൊക്കെ പ്രായോഗികമായിരുന്നു. ഇനി ചിന്താശേഷിയുള്ള തലമുറ വരുന്നുണ്ട്, അതുകൊണ്ട് അത്രമാത്രം ഫലപ്പെടുമെന്ന് തോന്നുന്നില്ല. ഇനിയും അവർ ആ രീതിയിൽ പോവുകയാണെങ്കിൽ അവരവരുടെ അടിമകളായി മാറിയിരിക്കുന്നു എന്ന് മാത്രമേ മനസ്സിലാക്കാനുള്ളൂ. ഇപ്പം ഇവരുടെ ഈ തീരുമാനം കൊടിയുറപ്പിക്കരുത് എന്നാണ് സെക്രട്ടറിയും അഖിലേന്ത്യാ സെക്രട്ടറിയും പറയുന്നത്. അപ്പോൾ തീരുമാനം പിന്നെ അവർ വഖഫാണെന്ന് വന്നാൽ എന്താ ഇപ്പം ചെയ്യുക? കുടിയിറക്കാൻ പാടില്ല, അതാണല്ലോ. അപ്പോൾ ഈ സമുദായത്തിന് ഒരിക്കലും വഖഫാണെന്ന് നിലവിലുള്ള വിധിയുള്ള തീരുമാനമുള്ള ആ സ്ഥലം വഖഫാണെന്നൊരു വിധി വരാൻ തന്നെ പാടില്ല. വന്നാൽ തന്നെ മുസ്ലിം ലീഗ് എതിർക്കുമെന്നാണ് ആ പ്രമേയത്തിൻ്റെ കാതൽ. അങ്ങനെ ഇവർ ആദ്യം തന്നെ കുടിയിറക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചാൽ പിന്നെ കമ്മീഷൻ എന്തിനാണ് നിശ്ചയിച്ചിരിക്കുന്നത്? കമ്മീഷനെ കുറിച്ച് വലിയ വിശ്വാസമാണല്ലോ അവർക്ക്. കമ്മീഷൻ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്, കമ്മീഷൻ്റെ തീരുമാനം എങ്ങനെ വന്നാലോ പറ്റൂല എന്നാണല്ലോ അവർ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ അവരെന്താണ്, നമ്മളിപ്പോൾ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുന്നില്ല, അത് നിലവിൽ വഖഫാണ് രേഖകളിലൊക്കെ, ഇനി പുതിയ ചർച്ചകളും പുതിയ കമ്മീഷനും വന്ന് അവർ തീരുമാനിക്കട്ടെ എന്ന് പറയേണ്ടതാണ്.
അതേസമയം മറ്റു മതക്കാരുടെ ഒരു അവകാശമാണെങ്കിൽ ഏതെങ്കിലും മറ്റു മതക്കാർ ഒരു ഭൂമിയിലൂടെ നടന്നു പോയി എന്നൊരു തെളിവായിട്ട് വന്നാൽ ബാബരി മസ്ജിദിനെ സംബന്ധിച്ചിടത്തോളം ഒരു തെളിവില്ലാതെ മുസ്ലിങ്ങൾക്ക് എല്ലാ രേഖയുമുള്ള വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത ഭൂമിയായിട്ടുള്ള ആ ഭൂമിയാണല്ലോ അങ്ങോട്ട് തീരെഴുതി കൊടുത്തത്. അത് കോടതി പറഞ്ഞുകൊണ്ട് പിന്നെ നമുക്ക് അവസാനം ചെയ്യാനൊന്നുമില്ല. പക്ഷെ അങ്ങനെയുള്ള ആ ബാബരി മസ്ജിദ് തകർത്ത സ്ഥലത്തുണ്ടാക്കിയ ആ ക്ഷേത്രം ഇന്ത്യ രാജ്യത്തിൻ്റെ മതേതരത്തിൻ്റെ പ്രതീകമാണ് എന്ന് ഒരു BJP-കാരനായ മുസ്ലിം പോലും പറഞ്ഞിട്ടില്ല. ലീഗിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന മനുഷ്യനാണ് രാമക്ഷേത്രം, എവിടുത്തെ രാമക്ഷേത്രം, ബാബരി മസ്ജിദ് തകർത്തോർത്തുണ്ടാക്കിയ രാമക്ഷേത്രം ഇന്ത്യയുടെ മതേതരത്തിൻ്റെ പ്രതീകമാണ്, മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമാണ് എന്ന വിവരദോഷം പറഞ്ഞത്. വിവരദോഷികളെ ഈ പാർട്ടിയുടെ തലപ്പത്ത് വെച്ചാൽ ഇങ്ങനെയുള്ള ഹീനമായ തീരുമാനങ്ങൾ വരും. അത് ഈ സമുദായത്തിന് ഭയങ്കര നഷ്ടമാണ്. ചിന്താശേഷി ഉള്ളവർ ഇത്തരക്കാരെ തൂത്തെറിഞ്ഞുകൊണ്ട് ഈ സമുദായത്തിന് മോചനം കിട്ടുന്നൊരു പാർട്ടിക്ക് രൂപം നൽകാൻ ശ്രമിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കുമെന്നാണ് അഭിപ്രായം. സ്വത്ത് തർക്കം സാമുദായിക തർക്കമാക്കാൻ ഒന്നാമതായി പണിയെടുത്ത ലീഗാണ്. എന്നിട്ട് ലീഗ് പോയിട്ട് ബിഷപ്പുമാരെ പോയി കണ്ടിട്ട് എന്താ പറയുന്നത്, അവിടുന്ന് കുടി ഒഴിപ്പിക്കൂലെന്ന്. ഇത് ഇവർക്ക് ആരാണ് ഇതിന് അധികാരം കൊടുത്തത്? വഖഫ് എന്ന മുസ്ലിങ്ങളുടെ ഭൂമിയിൽ കുടികെട്ടി താമസിക്കുന്നതിന് ഇപ്പം നിങ്ങൾ സമാധാനിക്കുക, അതിനെക്കുറിച്ച് കമ്മീഷനൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പം തീരുമാനിക്കുക എന്ന് പറയുന്നവരോ അവിടുന്ന് അവരെ കുടിയേർപ്പിക്കൂല എന്ന് ഉറപ്പെടുത്തിക്കണമല്ലോ അവരെ പ്രസിഡന്റ് പോയിട്ട്. എന്തടിസ്ഥാനത്തിലാണിത്? പിന്നെ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ പിന്നെന്തിനാണ് നിങ്ങൾ ഈ കമ്മീഷനോട് സഹകരിക്കണേ? നിങ്ങൾക്ക് രാജ്യത്തെ കോടതിയും വേണ്ട, ഒന്നും വേണ്ടല്ലോ. മുസ്ലിം സമുദായത്തിനുള്ള എല്ലാം അങ്ങോട്ട് എഴുതി കൊടുത്തൂടെ മൊത്തം പോയി കണ്ട് നിങ്ങൾക്ക് അധികാരമില്ലാത്തതൊക്കെ. അപ്പോൾ ഇവിടേക്കുള്ള വിഷയം ഇത് പൊന്തി വന്നാൽ ലീഗ് കൊടുങ്ങുന്ന ഒരുപാട് വിഷയങ്ങൾ ഇവിടെ വരും. ഇതിൻ്റെ ഒന്നാമത്തെ പ്രതി ഫാറൂഖ് കോളേജ് എന്ന് പറയുന്ന വില്ലന്മാരാണ്. ലീഗ് തന്നെയാണത്. സീതി സാഹിബ് മുതൽ ഇങ്ങോട്ട് പോകുന്ന ആളുകളാണ് ആ ഫാറൂഖ് കോളേജ് കൊടുത്തിട്ടുള്ളത്. അവർ കള്ളത്തരത്തിലൂടെ അത് വിൽപ്പന നടത്തി. അവർ പിടികൂടാൻ പാടില്ല. ഇത് വഖഫാണെന്ന് തെളിഞ്ഞാൽ അവരൊക്കെ പിടികൂടപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീഗിൻ്റെ ബിനാമികളും മറ്റുമൊക്കെയാണ് അതിൻ്റെ ആൾക്കാർ. പിന്നെ ഇവിടെ ഇപ്പം തന്നെ ലീഗ് യോഗം വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ റിസോർട്ടുകൾക്ക് മാത്രം 12 റിസോർട്ടുകൾക്ക് മാത്രമേ ഇങ്ങനെ പേപ്പർ വന്നിട്ടുള്ളൂ, നോട്ടീസ് വന്നിട്ടുള്ളൂ. അപ്പോൾ അവർക്കുള്ള അത് നഷ്ടപ്പെട്ടാൽ വീണ്ടെടുക്കാൻ കഴിയില്ല. അപ്പോൾ അവിടെ കുടികെട്ടി താമസിക്കുന്ന 3-4 സെൻറ്റുകളിൽ താമസിക്കുന്ന പാവപ്പെട്ടവരെ ഇളക്കി വിട്ട് അവരെ കൊണ്ട് പ്രക്ഷോഭം നടത്തിച്ച് ഇത് വഖഫല്ല എന്ന് തീരുമാനിച്ച് അവർക്ക് കൈപ്പറ്റിയതായ വിനിമയം സാധൂകരിക്കപ്പെടുന്നതാക്കി മാറ്റണം. അത് റിസോർട്ടുകളുടെ താല്പര്യമാണ്. ആ താല്പര്യം സംരക്ഷിക്കണമെന്നാണ് ഇപ്പോൾ ലീഗും പറയുന്നത്. അപ്പോൾ ബലമായി നമ്മൾ സംസാരിക്കുന്നു, ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള പലർക്കും ആ റിസോർട്ടുകളിൽ പങ്കുണ്ട്. അതുകൊണ്ടാണല്ലോ അത് വഖഫായി തീരുമാനിക്കരുത്, കുടിയിറക്കാൻ പറ്റൂല എന്ന് പറയുന്നത്. ഇവിടെ വലിയ അപകടകരമായ മറ്റൊരു വിഷയം കൂടെയുണ്ട്. 23 വഖഫുകളെക്കുറിച്ച് നിസാർ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട് കയ്യേറ്റം നടത്തിയതാണ് എന്ന്. അതിൽപ്പെട്ട ഒന്നാണിത്. ഈ വഖഫിനെക്കുറിച്ച് വഖഫല്ല എന്ന തീരുമാനം വന്നാൽ മുസ്ലിം സമുദായത്തിൻ്റെ മറ്റ് 22 സ്ഥലങ്ങളുള്ളിടത്തും ഇതേ തീരുമാനം വേണ്ടി വരും. ഒരിടത്ത് മാത്രം അങ്ങനെ ആകുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിലൊക്കെ ഈ കൈയടക്കിയിലൊക്കെ ഇവരുടെ നേതാക്കളുണ്ട്. നമ്മൾ വട്ടന്നൂർ പള്ളിൻ്റെ വിഷയത്തിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ അതിലൊക്കെ ഇവരുടെ പാർട്ടിക്കാരുണ്ട്. അവർ കുടുങ്ങും. ആ കുടുങ്ങാൻ പാടില്ല. അതുകൊണ്ട് വഖഫ് എന്നുള്ള ആ തീരുമാനം അടിമുടി ഇല്ലാതെയാക്കി കളയണം. അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ മരടിൽ നിന്ന് തന്നെ വഖഫാണ് എന്ന വാദം ഇല്ലാതാക്കണം. കോടതിയുടെ വിധി അങ്ങനെ വരണം, അതുപോലെ കമ്മീഷൻ്റെ വിധി അങ്ങനെ വരണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നു. ആരാണ് ആഗ്രഹിക്കുന്നത്? വഖഫിൻ്റെ ഉപഭോക്താക്കളാകേണ്ട, സംരക്ഷകരാകേണ്ട മുസ്ലിം പാർട്ടി. ഇവിടെയാണ് നമുക്ക് ഈ പാർട്ടിക്ക് ഇസ്ലാമിന് സംരക്ഷണം പോയിട്ട് ഇസ്ലാമിന് കിട്ടേണ്ട ഒരു അധികാരം നിലനിർത്തിത്തരാൻ പോലും അവകാശമില്ല. മുസ്ലിങ്ങൾക്ക് ഉള്ളതൊക്കെ നിങ്ങൾ മറ്റുള്ളവർ കൊണ്ടുപോയിക്കോളി, കാരണം ഞങ്ങളിങ്ങനെ കൊടുക്കുന്നവരാണ് എന്നുള്ള ചരിത്രം ഞങ്ങൾക്ക് വേണം. ഈ സമുദായത്തിൻ്റെ തീരുമാനങ്ങളൊക്കെ ഞങ്ങളെടുത്താണ്, ഈ സമുദായത്തിൻ്റെ അഡ്രസ്സ് എല്ലാം ഞങ്ങൾക്കാണ്, കുത്തക ഞങ്ങൾക്കാണ് എന്ന് വരുത്തി തീർത്ത് നിരപരാധികളായ ഇവരോട് പക്ഷം ചേരാത്ത മുസ്ലിങ്ങളെപ്പോലും അഭിപ്രായം ഇതാണെന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ പ്രചരിപ്പിക്കാനുള്ള ഹീനശ്രമമാണ് ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ റിസോർട്ട് മാഫിയയെ, ഇവരുടെ ബിനാമികളെ സംരക്ഷിക്കാനുള്ളൊരു തീരുമാനം മാത്രമാണ് ഇത്. ലീഗിന് അടിമകളായി വോട്ട് കിട്ടുന്ന ജനങ്ങൾ, പ്രവർത്തകർ, നേതാക്കളെ ചോദ്യം ചെയ്യണം. സമുദായത്തിൻ്റെ സംരക്ഷണം എന്ന് നിങ്ങൾ പറയരുത്, നിങ്ങളുടെ സ്വന്തം സംരക്ഷണമാകണം. ഞങ്ങൾക്ക് ഈ സമുദായത്തിൻ്റെ സംരക്ഷകനാണ് എന്ന നിലക്കാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത്. ഈ സമുദായത്തിന് വേണ്ടിയുള്ള പാർട്ടി ആയതുകൊണ്ട് അതിനാണ് വോട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ലക്ഷ്യം നേരെ മറിച്ചാണെന്ന് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഞങ്ങൾ മാറി ചിന്തിക്കുമെന്ന്
ഇസ്ലാമിനോടല്ല താല്പര്യം ഈ അണികൾക്കുണ്ടെങ്കിൽ, അണികൾ ഇതുപോലെ തന്നെ ബന്ധീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല, അവർ പറയണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. പറഞ്ഞാൽ ലീഗ് സമുദായത്തിൻ്റെ രക്ഷക്കല്ല പ്രവർത്തിക്കുന്നത്, രക്ഷക്ക് പ്രവർത്തിക്കണ്ട, പുരോഗതിക്കല്ല, പുരോഗതിക്കും പ്രവർത്തിക്കണ്ട. മറിച്ച് മുസ്ലിം സമുദായത്തിന് എന്തെങ്കിലും ഒരു നയാ പൈസയുടെ ഭൂമിയോ സാധനമോ സ്ഥാപനമോ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് വേണ്ട, അത് മുസ്ലിം സമുദായത്തിന് വിധിയാകരുത് എന്ന് പറയുന്നതെങ്കിലും ഒഴിവാക്കാനുള്ള ഒരു സന്മനസ് ലീഗ് കാണിക്കണം എന്നാണ് ഈ ലീഗിൻ്റെ ഇപ്പോഴുള്ള നേതൃത്വത്തോട് പറയാനുള്ളത്. ഇസ്മായിൽ സാഹിബ് ഇങ്ങനെ ഒരു കാര്യം ഈ പാർട്ടി ഉണ്ടാക്കുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അദ്ദേഹം ഇസ്ലാമിൻ്റെ പുരോഗതിയും മുസ്ലിങ്ങളുടെ പുരോഗതിയും ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ ആശയത്തിനെ മുഴുവനും ബലി കൊടുക്കുന്ന ഹീനവും സമുദായത്തെ മൊത്തത്തിൽ വഞ്ചിക്കുന്നതുമായ ഒരു ഹീന തീരുമാനമാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്. വീണ്ടും വിചാരത്തിലൂടെ അത് തിരുത്തിക്കുറിച്ച് ഉമ്മത്തിന് അനുകൂലമായൊരു തീരുമാനം ഇതിൽ ഉണ്ടാക്കണം. അല്ലെങ്കിൽ പുതിയൊരു പാർട്ടിക്ക് ബുദ്ധിയുള്ള ആളുകൾ മുന്നോട്ട് വന്ന് ഈ പാർട്ടിയിലും അല്ലാത്ത പാർട്ടിയിലും പെട്ടവർ നേതൃത്വം നൽകണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.